അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആരാണെന്നൊന്നും പറയുന്നില്ല, അത് സർപ്രൈസ് ആണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഒരാളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം, അയാളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയൊക്കെ ഒരു റിസൾട്ട് യാഥാർത്ഥ്യമായത് കാണുവാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് ഇതിനു വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് ഞങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി പോവാ. ശരിക്കും എല്ലാവരുടെയും ഒരു ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ്. നമ്മളെ എന്താ പറയുന്നത്, എടാ നീ ഇതൊക്കെ ജോലി ആയില്ലടാ എന്ന് പറയുന്നവരോട് നാട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ആക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ പോവാ. നമ്മളിതാ എത്താറായിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം എടുത്തിട്ടാ നമുക്ക് ഇവിടെ എത്താനായിട്ട്. തുടങ്ങിയില്ലല്ലേ? തുടങ്ങിയില്ല. 7 മണി. ഞങ്ങൾ നേരത്തെ ആയിപ്പോയി. ആദ്യത്തെ ഗസ്റ്റ് ആണ് ഞങ്ങൾ. ഇനിയിപ്പം പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യം വന്നു, എന്തായാലും ലിസ്റ്റിൽ വരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളിൽ കൂടെ ആയത് വളരെയധികം സന്തോഷം. നിങ്ങളൊക്കെ 2 മണിക്കൊക്കെ ലൈറ്റ് ഓഫ് ആകാതെ കിടന്നോന്ന് വിചാരിച്ച് എനിക്ക് നോക്കുമ്പോൾ പഠിക്കുന്നുണ്ടാവും. സിവിലിയൻസ് പണ്ട് മുതലേ അറിയുന്നുണ്ട്, എനിക്കറിയാം. 2018 മുതലേ അറിയാം. പക്ഷേ സിവിലിയൻസ് കോഴിക്കോട് ഒരു ബാച്ച് തുടങ്ങിയതാണ് നമുക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയത്. സിവിലിയൻസിൽ പോയത് 10 മാസമാണ്. ഇവനെ വിളിക്കുകയാണ്, ഞാൻ പറയാം എന്നെ വിളിക്കുകയാണ്, അച്ഛൻ ഞാൻ പോകണം. സിവിലിയൻസിന്റെ അടുത്ത ബാച്ച് എത്ര? സത്യം പറഞ്ഞാൽ സിവിലിയൻസിൽ ജോയിൻ ചെയ്തിട്ട് ജോലി കിട്ടിയെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് സിവിലിയൻസ് കോഴിക്കോട് ഒരു ബാച്ച് തുടങ്ങിയതുകൊണ്ട് ജോലി കിട്ടിയ ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ് സിവിലിയൻസ് കോഴിക്കോട് ഒരു ബാങ്ക് തുടങ്ങിയെന്ന് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് വിധിച്ചത് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിവിലിയൻസിലൂടെയാണ് ജോലി ലഭിക്കാനുള്ള യോഗം. ഞങ്ങൾക്കൊക്കെ പിന്നെ ഈ ഒരു രൂപത്തിൽ അത് വലിയ അഭിമാനമുണ്ട്. കാരണം ഒന്ന് ഇത്ര ചെറുപ്പത്തിലെ 25 റണ്ണിങ്, ഇതേ ഉള്ളൂ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി. ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് വേറെ ഒരു പരിപാടിക്കും പോയിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും ഉറക്കത്തിൽ പോലും സ്വപ്നം കാണുമ്പോൾ പോലും ഓയമാരെ തെറ്റിക്കുന്നത് ഇതൊക്കെ കാണല്. സിവിലിയൻസ് ടോപ്പ് സെക്ഷനൊക്കെ വരുമ്പോൾ അത് നമുക്ക് യൂസ്ഫുള്ളാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഞാൻ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ടെന്നൊക്കെ എല്ലാ ടോപ്പേഴ്സിനും ഞാൻ സെയിം ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് അത് അറിയണം, എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ അതിലോട്ട് പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലായത്. മണിക്കൂറിലല്ല കാര്യം, നമ്മൾക്ക് മനസ്സിലാകുന്നവരെ അത് എത്രയാണോ അതാണ് നമുക്ക്. നമ്മളെ പ്രശ്നങ്ങൾ നമുക്കേ അറിയുള്ളൂ, അത് നമ്മൾ തന്നെ തീർക്കണം. എക്സാം പേപ്പർ കണ്ടപ്പോൾ ഞാൻ ഷുവറായിട്ട് ഉറപ്പിച്ചു, ഓക്കെ ഇത് എനിക്ക് വന്നുള്ള എക്സാം ആണ്, കിട്ടുമെന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ പോസിറ്റീവായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഓൾ ബാച്ച് എക്സാം ഒക്കെ എന്നെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ നമുക്കൊരു മനസ്സിലായി, കേരളം മൊത്തമുള്ളൊരു എക്സാം അല്ലേ. PSC എക്സാമിൽ ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു റാങ്ക് കൺഫേം ആയിട്ട് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ അതിന് ഗ്രൗണ്ട് ഉണ്ടായി കൊടുത്ത് അവൻ കളിച്ചു, അതിൻ്റെ സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തു പുറത്തുനിന്ന്. അത് വലിയൊരു അനുഗ്രഹമായി. നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ പേരുണ്ടാവുക എന്നത് നല്ലതല്ലേ, ഒരു ഭാഗ്യല്ലേ. ട്രിവാൻഡ്രത്താണ് സിവിലിയൻസിന്റെ ഹെഡ് ഓഫീസൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ കോഴിക്കോട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തുള്ള സാറുമാരാണോ അങ്ങനെയുള്ള കുറേ ഡൗട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ കോൾ ചെയ്തപ്പോൾ തന്നെ അവരോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവരൊക്കെ ഉണ്ട്, അതേ ടീം തന്നെയാണ് ഇവിടെയും കോഴിക്കോടും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചപ്പോഴാണ് എനിക്കൊരു വിശ്വാസം വന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ടീച്ചർമാരെ എടുക്കുന്ന ശൈലി ഒരു പ്രത്യേക ശൈലിയാണ്. നമുക്ക് ബോറടിക്കില്ല ക്ലാസ്. അപ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരിക്കും. കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എന്താ അക്ഷയ് പറ്റിയത്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ വിഷമം എന്നൊക്കെ സാറ് ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കും നമ്മളടുത്ത്. അത് സാറിന് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ സാർമാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ സിവിലിയൻസ് തരുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതിന് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അവർ എല്ലാം സിവിലിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്താൽ മതി. എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മാഷ്മാരോട് ഡൗട്ട് ക്ലിയർ ചെയ്യുക, കമ്പനി സ്റ്റഡി റൂം യൂസ് ചെയ്യുക, മതി. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ മതി, സുഖമായിട്ട് ജോലി കിട്ടും. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാ പരിപാടിയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം, ഓക്കെ ഇങ്ങനെ ക്ലാസ് ഉള്ളത് കൊണ്ടാണ് അവരും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമുക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവർക്കല്ല ആദ്യം ട്രീറ്റ് കൊടുക്കേണ്ടത്. കുട്ടികളുടെ അടുത്തൊക്കെ പറയലുണ്ട്, ഞാൻ ജോലി കിട്ടുകയാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടാവും, സിവിലിയൻസിനെ മൊത്തം വിളിക്കും, പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് വലിയ പരിപാടിയായിട്ട് തന്നെ ഞാൻ നടത്തും. കാരണം അന്നേ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്.
എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഇത്രയും പേര് വന്നില്ലേ, ഇത്രയും സമയം, അത് ഒരുപാട് റിസ്ക് എടുത്തിട്ടായിട്ട് വന്നിട്ടുണ്ടാവും എനിക്കറിയാം. അത് ഞങ്ങളോടുള്ളൊരു സ്നേഹവും അവനോടുള്ളൊരിതും അവൻ സ്ഥാപനത്തിനോട് കാട്ടിയൊരു അറ്റാച്ച്മെൻറ്റും ടീച്ചേഴ്സിനോട് അറ്റാച്ച്മെൻറ്റും ഒരുപാട് നന്ദിയുണ്ട്.